നമസ്കാരം. ഗുഡ്നസ് ടി വിയുടെ ടാക്സ് ടോക്ക് രണ്ടാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചർച്ച ചെയ്യുന്നത് ഇൻട്രൊഡക്ഷൻ ആയിരുന്നു ചാരിറ്റബിൾ ആൻഡ് റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ചിട്ടുള്ള ഇൻകം ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ച്. എന്നാൽ ഈ രണ്ടാം ഭാഗത്ത് നമ്മൾ ചർച്ച ചെയ്യുന്നത് രജിസ്ട്രേഷൻ റിലേറ്റഡും ഓഡിറ്റ് റിലേറ്റഡും സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അതിനായി നമ്മോടൊപ്പമുള്ളത് പ്രശസ്ത ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് CA PJ ജോണി പള്ളിവാതുക്കൽ. സാറിനെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു സാർ. നമ്മൾ രജിസ്ട്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നിപ്പോൾ സംസാരിക്കാനായിട്ട് അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ രജിസ്ട്രേഷൻ റിലേറ്റഡ് ആയിട്ട് പുതിയ പ്രൊസീജിയേഴ്സ് എല്ലാം വന്നിട്ടുണ്ടല്ലോ. രജിസ്ട്രേഷൻ മാത്രമല്ല, ഈ രജിസ്ട്രേഷൻ പുതുക്കലും അതിൻ്റെ അകത്ത് ഇൻവോൾവ് ആണ്. അതിനെക്കുറിച്ച് അതെന്തുകൊണ്ടാണ് ഇത്ര അധികം പ്രൊസീജിയേഴ്സ് പുതിയതായിട്ട് വരാനുള്ള കാരണം? ഇൻകം ടാക്സ് ആക്ടിലെ 1961 നിലവിൽ വന്നു. അതിനുശേഷം ചാരിറ്റബിൾ ആൻഡ് റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷന് അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള അസസീസിന് നമ്പർ അലോട്ട് ചെയ്തു. അപ്പോൾ ആദ്യകാലങ്ങളിൽ ഒരു സീരിയൽ നമ്പർ കൊടുത്തു. പിന്നീട് അതിന് GIR നമ്പർ എന്ന് പേരിട്ടു. പിന്നീട് അത് പെർമനൻറ്റ് അക്കൗണ്ട് നമ്പർ എന്ന് 1991 1990-91 കാലഘട്ടങ്ങളിൽ അതിനൊരു പെർമനൻറ്റ് അക്കൗണ്ട് നമ്പർ എന്ന ഒരു സംവിധാനം കൊണ്ടുവന്നു. അങ്ങനെ പെർമനൻറ്റ് അക്കൗണ്ട് നമ്പർ ഉള്ളവർക്ക് 12A രജിസ്ട്രേഷൻ നമ്പറുമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ട് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തു. എന്നാൽ ഈ പെർമനൻറ്റ് അക്കൗണ്ട് നമ്പർ കിട്ടുന്നതിന് മുമ്പ് തന്നെ 12A രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ട്. അതൊരു പേജേ ഉണ്ടായിരുന്നു. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഈ സ്ഥാപനം 12A രജിസ്ട്രേഷന് അപ്ലൈ ചെയ്തു, അതിന് രജിസ്ട്രേഷൻ നമ്പർ ഇന്നതാണ്, അത് ചാരിറ്റബിൾ ആണോ റിലീജിയസ് ആണോ, ചാരിറ്റബിൾ ആൻഡ് റിലീജിയസ് ആണോ എന്നുകൂടി ചിലപ്പോൾ സർട്ടിഫിക്കറ്റ് കാണിക്കാറുണ്ട്. പക്ഷേ പെർമനൻറ്റ് അക്കൗണ്ട് നമ്പർ വന്നതിന് ശേഷം ഈ 12A രജിസ്ട്രേഷൻ എടുക്കുന്നവർക്ക് ഈ പെർമനൻറ്റ് അക്കൗണ്ട് നമ്പറുമായിട്ട് ലിങ്ക് ചെയ്ത് ഒരു 12A രജിസ്ട്രേഷൻ നമ്പർ അലോട്ട് ചെയ്യാൻ തുടങ്ങി. അതിൻ്റെ പ്രൊസീജിയറാണ് 12AA എന്ന് പറയും. അപ്പോൾ 12A അനുസരിച്ച് രജിസ്ട്രേഷൻ എടുക്കുന്നതിൻ്റെ പ്രൊസീജിയറാണ് 12AA എന്ന് പറയുന്നത്. അങ്ങനെ 12AA അനുസരിച്ച് രജിസ്ട്രേഷൻ കിട്ടുന്നവർ പെർമനൻ്റ് ആണ്. ഒരിക്കൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ റിന്യൂ ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാൽ ഫൈനാൻസ് ആക്ട് 2020 ഈ പ്രൊസീജിയറിനെ മാറ്റം വരുത്തി. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ ഗവൺമെൻറ്റിന് ഡേറ്റാ ബാങ്ക് വേണം, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് അനുസരിച്ച് ഡീറ്റെയിൽസ് കൊടുക്കണം, ഈ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്നറിയണം. ജെനുവിനായിട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെ മാത്രം ഇനി മുതൽ രജിസ്ട്രേഷൻ കൊടുത്താൽ മതി എന്ന് ഗവൺമെൻറ് തീരുമാനിച്ചു. അതനുസരിച്ച് ഈ സെക്ഷൻ 12AA ഫൈനാൻസ് ആക്ട് 2020 അമെൻഡ് ചെയ്തു. ആ അമെൻമെൻ്റാണ് സെക്ഷൻ 12AB എന്ന് പറയുന്നത്. അപ്പോൾ ആ അമെൻമെൻ്റ് അനുസരിച്ച് ഇന്ത്യയിലുള്ള എല്ലാ മതധർമ്മ സ്ഥാപനങ്ങളും രജിസ്ട്രേഷൻ റിന്യൂ ചെയ്യണം. ആ റിന്യൂ ചെയ്യുന്നത് 5 കൊല്ലത്തേക്കാണ്. അപ്പോൾ നിലവിലെ രജിസ്ട്രേഷൻ ഉള്ളവരെ 5 കൊല്ലത്തേക്ക് റിന്യൂ ചെയ്യുന്നതിന് ഫോം നമ്പർ 10A അപേക്ഷ കൊടുക്കണം. അപ്പോൾ ഈ 5 കൊല്ലം കഴിയുമ്പോൾ വീണ്ടും നമ്മൾ അതേ പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്യണം? തീർച്ചയായിട്ടും വീണ്ടും അപേക്ഷ കൊടുത്ത് ആ സ്ഥാപനം റിന്യൂ ചെയ്യണം. അപ്പോഴാണ് ഗവൺമെൻറ്റിന് അറിയാൻ പറ്റുള്ളൂ ഈ സ്ഥാപനം നിലവിലുണ്ടോ ഇല്ലയോ എന്ന്. അങ്ങനെ പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്യുന്നവർ 10A പ്രകാരം അപേക്ഷ കൊടുത്ത് 3 കൊല്ലത്തേക്ക് പ്രൊവിഷണൽ രജിസ്ട്രേഷൻ കിട്ടും. ആ പ്രൊവിഷണൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിനാണ് ഫോം 10AC എന്ന് പറയുന്നത്. പെർമനൻ്റ് രജിസ്ട്രേഷൻ, അതായത് 5 കൊല്ലത്തേക്ക് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിനും ഫോം 10AC എന്ന് തന്നെയാണ് പറയുക. എന്നാൽ ആ ഫോം 10AC ഓർഡർ ഓഫ് രജിസ്ട്രേഷൻ എന്ന് പറയും 5 കൊല്ലത്തേക്ക്. എന്നാൽ ഫോം 10AC 3 കൊല്ലത്തേക്കാണെങ്കിൽ അതിന് പ്രൊവിഷണൽ രജിസ്ട്രേഷൻ എന്ന് പറയും. അങ്ങനെ 5 കൊല്ലത്തേക്ക് രജിസ്ട്രേഷൻ കിട്ടിയവർ വീണ്ടും 5 കൊല്ലം കഴിയുമ്പോൾ അതിൻ്റെ ഫോം 10AB ഫയൽ ചെയ്ത് അതിനോടൊപ്പം
ഓഡിറ്റഡ് അക്കൗണ്ട്സും ട്രസ്റ്റ് ഡീഡും മറ്റ് അനുബന്ധ പേപ്പേഴ്സും എല്ലാം കൊടുത്ത് വീണ്ടും റിന്യൂ ചെയ്യണം. ഈ 5 കൊല്ലം കഴിഞ്ഞിട്ട് റിന്യൂ ചെയ്യുമ്പോൾ ആദ്യത്തെ നേരത്തെ പറഞ്ഞ പ്രൊവിഷണൽ രജിസ്ട്രേഷൻ 3 വർഷം കാറ്റഗറിയിലാണോ പെടുക, അല്ലെങ്കിൽ വീണ്ടും 5 വർഷം തന്നെയാണോ കിട്ടുക? ഇപ്പോൾ നിലവിലുള്ള നിയമം അനുസരിച്ച് വീണ്ടും 5 കൊല്ലത്തേക്കാണ്. ഇനി എപ്പോൾ വേണമെങ്കിലും മാറ്റാം, അമെൻമെൻറ്റ് വരാം. അത് 2 കൊല്ലത്തേക്ക് മതി, അല്ലെങ്കിൽ 10 കൊല്ലത്തേക്ക് രജിസ്റ്റർ ചെയ്യാം എന്ന് അമെൻമെൻറ്റ് വന്നാൽ അങ്ങനെ. നിലവിലുള്ള നിയമം അനുസരിച്ച് 5 കൊല്ലത്തേക്കാണ് രജിസ്ട്രേഷൻ റിന്യൂ ചെയ്യുക. കറക്റ്റ് 5 കൊല്ലം ആകുമ്പോൾ ഓൾറെഡി നിലവിലുള്ള രജിസ്ട്രേഷനിലെ ആൾക്കാരെല്ലാം അത് ഓർത്ത് വെച്ച് റിന്യൂ ചെയ്യേണ്ടി വരുന്നു. കൃത്യതയോടുകൂടി അത് മോണിറ്റർ ചെയ്യാനായിട്ട് ആളുകളെല്ലാം, എല്ലാ സ്ഥാപനങ്ങളും അതിനൊരു പെർമനൻറ്റ് കമ്മിറ്റി ഉണ്ടാക്കണം. സ്റ്റാറ്റ്യൂട്ടറി കംപ്ലയൻസ്, ഓഡിറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, റിന്യൂ ചെയ്യുന്ന കാര്യങ്ങൾ, കണക്കുകൾ സൂക്ഷിക്കുന്ന കാര്യങ്ങൾ, റിട്ടേൺ ഫയൽ ചെയ്യുന്ന കാര്യങ്ങൾ, അതുപോലെ സമയത്തിന് എല്ലാ കാര്യങ്ങളും മറ്റ് നിയമങ്ങളൊക്കെ പാലിക്കുന്നുണ്ടോ എന്ന് നോക്കാനൊക്കെ ആയിട്ട് എൻ്റെ അഭിപ്രായത്തിലൊരു കമ്മിറ്റി ഫോം ചെയ്യണം, ഒരു പെർമനൻറ്റ് കമ്മിറ്റി. ശരിക്കും ഈ ചാരിറ്റബിൾ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് ഇതെല്ലാം ഫോം ചെയ്തിട്ട് അവർക്ക് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള സമയം കുറയുന്ന പോലെ ഒരു തോന്നല്. ഇതിൻ്റെ ഈ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്ത് പോകാനായിട്ട് കൂടുതൽ അവർ എഫേർട്ട് എടുക്കേണ്ടി വരുന്നു അല്ലേ? തീർച്ചയായിട്ടും. നമുക്കറിയാമല്ലോ, ഒരു കട്ടിലിന് 4 കാലുണ്ട്. ആ കട്ടിൽ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും കട്ടിലിന് 4 കാലും വേണം. അതായത് ഒരു ചെറിയ ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും വലിയ ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും അതിന് ഈ നിയമങ്ങളെല്ലാം ബാധകമാണ്. എല്ലാം ഈക്വലാണ്. 2,50,000 കൂടുതൽ വരുമാനം ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഒരേ നിയമം തന്നെയാണ്. ഈ പുതിയ പ്രൊസീജിയേഴ്സ് പറഞ്ഞു, അതെങ്ങനെയാണ് ഒരു ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷനെ എഫക്റ്റ് ചെയ്യണത് പുതിയത് വന്നതേക്കാണ്? പുതിയ രജിസ്ട്രേഷൻ എടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ ഫോം 10A ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ 3 കൊല്ലത്തേക്ക് പ്രൊവിഷണൽ രജിസ്ട്രേഷൻ കിട്ടും. അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഫോം 10AC എന്നാണ്. ആ സ്ഥാപനം അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങി 6 മാസത്തിനുള്ളിലോ, അങ്ങനെ പ്രവർത്തിക്കാത്ത സ്ഥാപനങ്ങൾ ആ 3 കൊല്ലത്തെ പ്രൊവിഷണൽ രജിസ്ട്രേഷൻ്റെ കാലാവധി തീരുന്നതിന് 6 മാസം മുമ്പോ ഏതാണോ ആദ്യം അവർ ഫോം 10AB അനുസരിച്ച് അവരുടെ അതുവരെയുള്ള പ്രവർത്തന റിപ്പോർട്ട്, അതുപോലെ ഓഡിറ്റഡ് അക്കൗണ്ട്സ്, അതുപോലെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തതിൻ്റെ കോപ്പി, ട്രസ്റ്റ് ഡീഡിൻ്റെ കോപ്പി, ഇതെല്ലാമായിട്ട് നമ്മൾ ഓൺലൈനിൽ അപേക്ഷ കൊടുത്തു കഴിയുമ്പോൾ അതാത് സംസ്ഥാനത്തെ കമ്മീഷണേഴ്സ്, ഓരോ സംസ്ഥാനത്തിനും ഓരോ കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ് എക്സംഷൻ ഉണ്ട്. ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ എറണാകുളത്താണ് കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ് കേരള, ഒരു കമ്മീഷണറേ ഉള്ളൂ. ഒരു സംസ്ഥാനത്തിന് ഒരു കമ്മീഷണറാണ്. ഇപ്പോൾ തമിഴ്നാട്ടിലാണെങ്കിൽ ചെന്നൈയിലാണ് കമ്മീഷണർ, ആന്ധ്രയിലാണെങ്കിൽ ഹൈദരാബാദിലാണ് കമ്മീഷണർ. അങ്ങനെ ഓരോ സംസ്ഥാനങ്ങൾക്കും ഓരോ കമ്മീഷണേഴ്സാണ്. അപ്പോൾ ഈ കമ്മീഷണേഴ്സിനെ നമ്മൾ അപേക്ഷ കൊടുത്തു കഴിയുമ്പോൾ അവർ നോട്ടീസ് അയക്കും. ആ നോട്ടീസ് അനുസരിച്ച് അവരാവശ്യപ്പെടുന്ന കംപ്ലീറ്റ് കാര്യങ്ങൾ കൊടുത്ത് അവർ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രമേ നമുക്ക് 5 കൊല്ലത്തേക്ക് രജിസ്ട്രേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ അവർ സാറ്റിസ്ഫൈഡ് ആവുന്ന കാര്യം പറയുമ്പോൾ ഈ രജിസ്ട്രേഷന് വേണ്ടി എന്തെങ്കിലും കണ്ടീഷൻസ് ഉണ്ടോ? 1961 ഇൻകം ടാക്സ് ആക്ട് നിലവിൽ വന്നെങ്കിലും അതിന് രജിസ്ട്രേഷൻ പ്രൊസീജിയർ എല്ലാം സ്റ്റാർട്ട് ചെയ്ത് 12A രജിസ്ട്രേഷനൊക്കെ കിട്ടി. ഓരോ നിയമങ്ങളനുസരിച്ച് രജിസ്റ്റർ ചെയ്തു. സൊസൈറ്റീസ് ആക്റ്റോ, ട്രസ്റ്റ് ആക്റ്റോ, കമ്പനീസ് ആക്റ്റോ, ചാരിറ്റി കമ്മീഷണർ എടുത്തോ രജിസ്ട്രേഷൻ എല്ലാം എടുത്തു. ആ സമയത്ത് ഒരു ട്രസ്റ്റ് ഡീഡ് ഉണ്ടാക്കിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു ബൈലോ ഉണ്ടാവും, അല്ലെങ്കിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻ ഉണ്ടാവും. പക്ഷേ ആ റൂൾസ് ആൻഡ് റെഗുലേഷനിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇൻകം ടാക്സ് ആക്റ്റിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു. നമ്മൾ ഈ ട്രസ്റ്റ് ഡീഡിലും സൊസൈറ്റിയുടെ മെമ്മറാണ്ടത്തിലും ഒക്കെ അവരുടെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ സ്പെസിഫൈ ചെയ്യാതെ കൂടാതെ വേറെ ക്ലോസുകൾ നമ്മൾ ഇൻകം ടാക്സ് റിലേറ്റഡ് ആയിട്ട് ആഡ് ചെയ്യണം എന്നാണോ? തീർച്ചയായിട്ടും. അതായത് ഇൻകം ടാക്സ് ആക്റ്റിൽ സെക്ഷൻ 12AB പ്രൊസീജിയർ അനുസരിച്ച് 12A രജിസ്ട്രേഷനോ 1023 രജിസ്ട്രേഷനോ കിട്ടണമെങ്കിൽ അവരുടെ ബൈലോ, അവരുടെ ട്രസ്റ്റ് ഡീഡ് അല്ലെങ്കിൽ ആ മെമ്മറാണ്ടം, അതിനകത്ത് താഴെ പറയുന്ന മാൻഡേറ്ററി ക്ലോസസ് വേണം. ഉദാഹരണത്തിന് ഏരിയ ഓഫ് ഓപ്പറേഷൻ, ഈ സ്ഥാപനം ഇന്ത്യയിൽ മാത്രമേ പ്രവർത്തിക്കൂ എന്ന് ആ ഡീഡിനകത്തുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഇത് ഡിസൊല്യൂഷൻ,
ഈ സ്ഥാപനം ഏതെങ്കിലും കാരണം അതിൽ നിന്നു പോയാൽ അതിൻ്റെ ആസ്തികൾ അല്ലെങ്കിൽ അതിൻ്റെ അസറ്റ്സ് ഒന്നുകിൽ സമാന സ്വഭാവമുള്ള മറ്റൊരു സ്ഥാപനത്തിൽ 12A രജിസ്ട്രേഷനോ ATG രജിസ്ട്രേഷനോ അല്ലെങ്കിൽ 1023C രജിസ്ട്രേഷൻ ഇങ്ങനെയുള്ള രജിസ്ട്രേഷൻ എടുത്തിട്ടുള്ള സമാന സ്വഭാവമുള്ള സൊസൈറ്റിയിലേക്കോ ട്രസ്റ്റിലേക്കോ കമ്പനിയിലോട്ടോ ലേക്കുള്ളൂ എന്ന്, അതും അല്ലെങ്കിൽ ഗവൺമെൻറ്റിലേക്ക്. ഈ ഒരു ക്ലോസിനാണ് ഡിസൊല്യൂഷൻ ക്ലോസ് എന്ന് പറയുന്നത്. അതവിടെ ഉണ്ടായിരിക്കണം. ഇൻവെസ്റ്റ്മെൻറ്റ് ക്ലോസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബാലൻസ്, ബാങ്ക് ബാലൻസ് അല്ലെങ്കിൽ ഇതിലുള്ള നീക്കിയിരിപ്പ് തുക അത് സെക്ഷൻ 11(5) അനുസരിച്ച് മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ. സെക്ഷൻ 11(5) റെഡ് വിത്ത് സെക്ഷൻ 13(1)D ഓഫ് ദി ഇൻകം ടാക്സ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യുകയുള്ളൂ എന്നൊരു കണ്ടീഷൻ ആ ഡീഡിനകത്തുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഓഡിറ്റ് ക്ലോസ്, ഇതിൻ്റെ അതാത് കാലത്തുള്ള കണക്കുകൾ മാർച്ച് 31 ക്ലോസ് ചെയ്തിട്ട് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഒരു ചാർട്ടേഡ് അക്കൗണ്ടിനെ കൊണ്ട് ഓഡിറ്റ് ചെയ്തിരിക്കണം എന്ന് എടുത്തു പറയണം. ഓഡിറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ പോരാ, അതൊരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിനെ കൊണ്ട് അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഫേമിനെ കൊണ്ട് ഓഡിറ്റ് ചെയ്യിക്കുന്നതാണ് എന്ന് ആ ഡീഡിനകത്ത് പറഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഈ ട്രസ്റ്റ് ഡീഡിൽ എന്തെങ്കിലും അമെൻമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അത് കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സിൻ്റെ മുൻകൂട്ടി അനുവാദം വാങ്ങിച്ചതിന് ശേഷമേ അമെൻമെൻറ്റ് വരുത്തൂ എന്ന് ആ ക്ലോസ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഇറിവോക്കബിൾ ക്ലോസ് ഉണ്ടായിരിക്കണം. അതല്ലെങ്കിൽ സൊസൈറ്റി ആണെങ്കിൽ അത് സാധിക്കില്ല, ട്രസ്റ്റ് ആണെങ്കിൽ അത് ഇറിവോക്കബിൾ ആണ് എന്ന് പറഞ്ഞിരിക്കണം. ഇടയ്ക്കൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ പറഞ്ഞ ക്ലോസുകളൊക്കെ ഇൻകം ടാക്സ് ആക്റ്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതാണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അതിന് സെപ്പറേറ്റ് ആയിട്ട് കണ്ടീഷൻസ് ക്ലോസസ്? ഇത് ഇൻകം ടാക്സ് ആക്റ്റിലും പ്രൊസീജിയറിലും വന്നിരിക്കുന്ന കാര്യങ്ങളാണ്. ഒരു ആക്ട് എന്ന് പറയുന്നത് പോളിസി ഡിസിഷനാണ് പാർലമെൻറ്റിൻ്റെ. ഇൻകം ടാക്സ് ആക്ട് സെൻട്രൽ ആക്ട് ആണല്ലോ. പാർലമെൻറ്റിൻ്റെ പോളിസി ഡിസിഷൻസാണ് ആക്റ്റായിട്ട് വരുന്നത്. അത് പാർലമെൻറ്റിൽ പാസ്സാക്കി അത് പ്രസിഡൻ്റ് ഓഫ് ഇന്ത്യയുടെ കൺസെൻറ്റ് വാങ്ങിച്ച് ഗസറ്റിൽ നോട്ടിഫൈ ചെയ്ത് വരുമ്പോഴാണ് ആക്ട് വരുന്നത്. ഈ ആക്ട് നടപ്പിലാക്കുന്നതിന് റൂൾസ് വേണം, അതിൻ്റെ ചട്ടങ്ങൾ വേണം. അപ്പോൾ ആ റൂൾസിലാണ് പല പ്രൊസീജിയേഴ്സ് പറയുന്നത്. അപ്പോൾ ആക്ട് എന്ന് പറയുന്നത് ആ നിയമം നടപ്പിലാക്കാനുള്ള പോളിസി ഡിസിഷൻസാണ്. എന്നാൽ റൂൾസ് എന്ന് പറയുന്നത് അതിൻ്റെ പ്രൊസീജിയറാണ്. ആ പ്രൊസീജിയറിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഫോംസൊക്കെ വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫോം 10A, ഫോം 10AC, ഫോം 10AB ഇങ്ങനെയുള്ള ഫോംസൊക്കെ വരുന്നത്. അപ്പോൾ ആ റൂൾസിലാണ് ഈ കാര്യങ്ങളെല്ലാം നിർദ്ദേശിക്കുന്നത്. അപ്പോൾ ആ റൂൾ അനുസരിച്ച് ഈ ക്ലോസസൊക്കെ അതിനകത്ത് വേണം. അതുപോലെ ഞാൻ ഈ ക്ലോസുകൾ പറഞ്ഞു കഴിഞ്ഞിട്ട് അതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് പറയാം. അതായത് ഇപ്പോൾ അമെൻമെൻറ്റ് ഞാൻ പറഞ്ഞു, ഇറിവോക്കബിൾ പറഞ്ഞു, ബെനഫിഷ്യറി ക്ലോസ് നമ്മൾ നേരത്തെ കണ്ടു കാണും. ഒരു പ്രൈവറ്റ് ട്രസ്റ്റും പബ്ലിക് ട്രസ്റ്റും തമ്മിലുള്ള വ്യത്യാസം, ബെനിഫിഷ്യറി ആരാണെന്ന്. അപ്പോൾ അവിടെ ബെനിഫിഷ്യറി ക്ലോസിൽ മാൻഡേറ്ററി ആയിട്ട് നിർബന്ധമായിട്ട് പറഞ്ഞിരിക്കണം, ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ്, ക്രീഡ്, റിലീജിയൻ അല്ലെങ്കിൽ സെക്സ് ഓർ ജെൻഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ രജിസ്ട്രേഷൻ കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ ഇതിൻ്റെ ബെനിഫിറ്റ് അതിനകത്തുള്ള യാതൊരു കാരണവശാലും ബോർഡ് ഓഫ് ട്രസ്റ്റീസിനോ മെമ്പേഴ്സിനോ അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്കോ പോകില്ലെന്നും ഇത് അല്ലാത്തവർക്ക് മാത്രമേ ഈ ബെനിഫിറ്റ് കിട്ടുകയുള്ളൂ, ഇവരുടെ റിലേറ്റീവ്സിന് പോലും പോകാൻ പാടില്ല. അപ്പോൾ ബെനിഫിഷ്യറി ക്ലോസ് വേണം. പിന്നെ മറ്റ് ഇൻകം ടാക്സ് ക്ലോസുകൾ, ഇതിൻ്റെ ഫണ്ട് ഞങ്ങൾ 11(5) അനുസരിച്ച് ഇൻവെസ്റ്റ് ചെയ്യുകയുള്ളൂ. അതുപോലെ തന്നെ ഇതൊരു ബിസിനസ് നടത്തുന്നില്ല എന്ന് പറയണം. അഥവാ നമ്മൾ ബിസിനസ് നടത്തുവാണെങ്കിൽ അത് സെക്ഷൻ 215 ഇൻകം ടാക്സിൻ്റെ ഡെഫിനിഷൻ ഓഫ് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കേസിലോ അതല്ലെങ്കിൽ ഇൻകം ടാക്സ് ആക്ടിൻ്റെ മറ്റ് പല ക്ലോസുകളും കൂടി ഇതിനകത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്യണം. ഉദാഹരണത്തിന് ഇതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് സെക്ഷൻ 11(5) അനുസരിച്ച് ചെയ്യുകയുള്ളൂ. അതുപോലെ തന്നെ ഈ സ്ഥാപനം ബിസിനസ് ചെയ്യുന്നില്ല, ഇനി അഥവാ ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് സെക്ഷൻ 215 ഓഫ് ദി ഇൻകം ടാക്സ് ആക്ട് ഡെഫിനേഷൻ ഓഫ് ചാരിറ്റബിൾ ആക്ടിവിറ്റീസ്, അതുപോലെ തന്നെ സെക്ഷൻ 11(5), സെക്ഷൻ 12A, സെക്ഷൻ 80G ഇതിൻ്റെ എല്ലാം പരിധിയിൽ നിന്നുകൊണ്ട് മാത്രമേ
ബിസിനസ് ചെയ്യുകയുള്ളൂ. ബിസിനസ് ചെയ്താലും ചെയ്തില്ലെങ്കിലും അത് മെൻഷൻ ചെയ്തിരിക്കണം. ക്ലോസ് അതിനകത്ത് വേണം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷനെ നോക്കുമ്പോൾ അവർ ഈ ട്രസ്റ്റ് ഡീഡ് അല്ലെങ്കിൽ മെമ്മറാണ്ടം എല്ലാം രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റെ സർവീസ് അവർ അവൈൽ ചെയ്തേ പാടുള്ളൂ അല്ലേ? തീർച്ചയായിട്ടും പ്രൊഫഷണൽസിൻ്റെ സർവീസ് വേണം. ടാക്സ് പ്രാക്ടീസ് ചെയ്യുന്നവർ, അതുപോലെ ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷനെ സ്പെഷ്യലൈസ് ചെയ്യുന്നവരുടെ സർവീസ് അവൈൽ ചെയ്തുകൊണ്ട് വേണം ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ. ഇല്ലായെങ്കിൽ അവർ പ്രോബ്ലത്തിലേക്കാവും. നമ്മൾ രജിസ്ട്രേഷനെ കുറിച്ച് സംബന്ധിച്ച് പറഞ്ഞപ്പോൾ രജിസ്ട്രേഷൻ ക്യാൻസൽ ആവാനായിട്ട് എന്തെങ്കിലും സാഹചര്യങ്ങളുണ്ടോ, അല്ലെങ്കിൽ അത് കമ്മീഷണറിൻ്റെയോ അല്ലെങ്കിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡിസ്ക്രിപ്ഷൻ അനുസരിച്ചിട്ടാണോ? രജിസ്ട്രേഷൻ ക്യാൻസൽ ആവാനായിട്ട് പല കാരണങ്ങളുണ്ട്. ഒന്ന്, ആ സ്ഥാപനത്തിന് രജിസ്ട്രേഷൻ തരുന്നത് പെർമനൻറ്റ് രജിസ്ട്രേഷനായിട്ട് തരുന്നത് ഫോം 10AD പ്രകാരമാണ്. പ്രൊവിഷണൽ ആണെങ്കിൽ ഫോം 10AC ആണ്. നിലവിലുള്ളവർക്ക് ഫോം 10AC തന്നെ മതി ഓർഡർ ഓഫ് രജിസ്ട്രേഷൻ. ആ രജിസ്ട്രേഷൻ തരുന്ന സർട്ടിഫിക്കറ്റിൽ ചില കണ്ടീഷൻസ് പറയുന്നുണ്ട്. അപ്പോൾ ഈ കണ്ടീഷൻ ഏതെങ്കിലും വയലേറ്റ് ചെയ്താൽ അതിന് രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാം. ഉദാഹരണത്തിന് അതിനകത്തൊരു കണ്ടീഷനാണ് നമ്മൾ ഈ ട്രസ്റ്റ് ഡീഡിലോ ബൈലോയിലോ ഒക്കെ പറഞ്ഞിരിക്കുന്ന ഉദ്ദേശ ലക്ഷ്യങ്ങൾ അനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇതുമല്ലാത്ത എല്ലാ നിയമങ്ങളും പാലിച്ചോളാമെന്ന്. ഇൻകം ടാക്സ് ആക്ടിലെ നിയമങ്ങൾ മുഴുവൻ പാലിച്ചോളാം. അതുപോലെ തന്നെ ഇതിനെ ഈ സ്ഥാപനത്തെ സംബന്ധിക്കുന്ന മറ്റ് നിയമങ്ങൾ, ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട്, പ്രൊവിഡൻറ്റ് ഫണ്ട് ആക്ട്, ഗ്രാറ്റുവിറ്റി ആക്ട്, ലേബർ ലോസ്, ഇതൊക്കെ പാലിച്ചു കൊള്ളാം. അങ്ങനെ അതിലെ വയലേഷൻ വരുത്തിയാലും രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാം. അതുപോലെ തന്നെ ഈ കണ്ടീഷൻ വയലേറ്റ് ചെയ്യുന്നതോടൊപ്പം ഇതിൻ്റെ ഫണ്ട് ഡൈവേർട്ട് ചെയ്യുക, അതുപോലെ ഇതിന് വേണ്ട സമയത്ത് ഇൻകം ടാക്സിൻ്റെ റിട്ടേൺ കൊടുക്കാതിരിക്കുക, ഓഡിറ്റഡ് അക്കൗണ്ട്സ് സമർപ്പിക്കാതിരിക്കുക, ഇങ്ങനെ വയലേഷൻസ് എന്തെങ്കിലും വന്നാൽ അതിന് ക്യാൻസലേഷൻ ബാധകമാവും. നമുക്ക് അറിഞ്ഞും അറിയാതെയും ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം ക്യാൻസലേഷൻ വേണമെങ്കിൽ ആപ്ലിക്കബിൾ ആവാം അല്ലേ? തീർച്ചയായിട്ടും. ഇഗ്നോറൻസ് ഓഫ് ലോ ഈസ് നോട്ട് ആൻ എക്സ്ക്യൂസ്. നമുക്ക് ഒരു നിയമം അറിയില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ പറ്റിയെന്ന് പറയുന്നത് കൊണ്ട് കാര്യമില്ല. അറിഞ്ഞോ അറിയാതെയോ നിയമങ്ങൾ തെറ്റിച്ചാൽ അതിന് ക്യാൻസലേഷൻ ആവാം. ചിലപ്പോൾ ടാക്സ് എക്സംഷൻ ഇല്ലാതാകും. ആദ്യം ക്യാൻസലേഷൻ എല്ലാ സമയത്തും വേണമെന്നില്ല. ആദ്യം ടാക്സ് എക്സംഷൻ ഇല്ലാതാകും. പിന്നെ ഗുരുതരമായ വീഴ്ചകൾ വരുത്തിയാൽ ക്യാൻസൽ ചെയ്യാം. നമുക്ക് ഈ രജിസ്ട്രേഷൻ ക്യാൻസൽ ആവാതിരിക്കാനോ അല്ലെങ്കിൽ നമ്മൾ സമർപ്പിച്ച ആ രജിസ്ട്രേഷൻ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആവാതിരിക്കാൻ നമുക്ക് എന്തെങ്കിലും റെമഡി എടുക്കാനായിട്ട് പറ്റുമോ? തീർച്ചയായിട്ടും റെമഡി എടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് അവയർനെസ് ആണ്. ഇപ്പോൾ ഇതുപോലെ ഗുഡ്നസ് TV നടത്തുന്ന ഇത്തരം ടോക്ക് പോലെയുള്ള പ്രോഗ്രാംസ്, അതുപോലെ സെമിനാറുകൾ, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് നടത്തുന്ന ഔട്ട്റീച്ച് പ്രോഗ്രാം, ഇൻ്റർനെറ്റ്, വെബ്സൈറ്റ്, ന്യൂസ് പേപ്പർ, ഇതുപോലെയുള്ള മീഡിയ ഉപയോഗിച്ച് നമുക്ക് എപ്പോഴും നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. നോളജ് അപ്ഡേറ്റ് ചെയ്യണം. അപ്പോൾ എപ്പോഴും നമ്മൾ നമ്മുടെ മൂർച്ച കൂട്ടണം. എന്ന് വെച്ചാൽ 2 വിറക് വെട്ടുകാരുണ്ടായിരുന്നു. ഒരു വിറക് വെട്ടുകാരൻ പറഞ്ഞു എനിക്ക് 1000 രൂപ കിട്ടും. മറ്റേ വിറക് വെട്ടുകാരൻ പറഞ്ഞു എനിക്ക് 500 രൂപ കിട്ടുന്നുള്ളൂ. രാവിലെ മുതൽ വൈകുന്നേരം വരെ വിറക് വെട്ടിയിട്ട് എനിക്ക് 500 രൂപ കിട്ടുന്നുള്ളൂ. അപ്പം മറ്റേ ആൾ ചോദിച്ചു നിങ്ങൾക്ക് എങ്ങനെ 1000 രൂപ കിട്ടും? അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ഓരോ അരമണിക്കൂർ കൂടുമ്പോഴും എൻ്റെ മഴു രാകും, അങ്ങനെ കൂടുതൽ വിറക് വെട്ടാൻ സാധിക്കും. അപ്പം മഴു രാകുമ്പോൾ മൂർച്ച വയ്ക്കും, കൂടുതൽ വിറക് വെട്ടാൻ സാധിക്കും എന്ന് പറഞ്ഞ പോലെ നമ്മുടെ അറിവുകൾ എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ചേഞ്ചസ് എപ്പോഴും വന്നുകൊണ്ടിരിക്കും. അങ്ങനെ മൂർച്ച കൂട്ടിക്കൊണ്ടിരുന്നാൽ മാത്രമേ ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം ഇന്ന് ഗുഡ്നസ് TVയുടെ ഈ സ്റ്റുഡിയോയിലിരുന്ന് നമ്മൾ ഈ ടാക്സ് ടോക്ക് നടത്തുമ്പോൾ ഡൽഹിയിലിരുന്ന് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹയർ അതോറിറ്റീസ് അമെൻമെൻറ്റ് വരുത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ സംസാരിക്കുന്ന നിയമങ്ങളായിരിക്കില്ല ഈ ടോക്ക് കഴിഞ്ഞിട്ട് വരാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് തന്നെ വേണമെങ്കിൽ ഈ പറഞ്ഞ കാര്യത്തിന് മാറ്റം വരാം. അപ്പോൾ നമ്മൾ മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കണം. പിന്നെ എല്ലാ സ്ഥാപനങ്ങളും ഈ ഒരു സ്പിരിച്വാലിറ്റിയുടെ ഭാഗമാക്കി മാറ്റണം. ഈ അക്കൗണ്ടിങ്ങും ടാക്സ് കംപ്ലയൻസ്, സ്റ്റാറ്റ്യൂട്ടറി കംപ്ലയൻസ്, ഇങ്ങനെ നിയമവശങ്ങളൊക്കെ
നമ്മളൊരു സ്പിരിച്വാലിറ്റിയുടെ ഭാഗമാക്കി മാറ്റിക്കൊണ്ട് നിയമങ്ങൾ പാലിച്ചുകൊണ്ട് നികുതി കൊടുക്കേണ്ടതാണെങ്കിൽ കൊടുക്കണം, കൊടുക്കേണ്ടാത്തതാണെങ്കിൽ നിയമങ്ങൾ അനുസരിച്ച് കിട്ടാവുന്ന ആനുകൂല്യങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ സ്ഥാപനങ്ങൾ കൊണ്ടുനടക്കാൻ പറ്റുള്ളൂ. ചുരുക്കത്തിൽ പറഞ്ഞാൽ സ്റ്റാറ്റ്യൂട്ടറി കംപ്ലയൻസ് ചെക്ക് ചെയ്യാനായിട്ട് ഒരു കമ്മിറ്റി ഉണ്ടാക്കണം, ഒരു പെർമനൻറ്റ് കമ്മിറ്റി. അവർ കണ്ടിന്യൂ ചെയ്യണം, എപ്പോഴും മോണിറ്റർ ചെയ്യണം, അവർ ഒബ്സർവ് ചെയ്യണം, ഡോക്യുമെൻ്റ് ചെയ്യണം. ഈ ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നടത്തിക്കൊണ്ട് പോകുന്നവർക്ക് എപ്പോഴും വരുന്നൊരു ഡൗട്ടാണ്, എന്താണ് ഈ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്, അവർ എന്തൊക്കെ ലിസ്റ്റാണ് അവർ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്? ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എന്ന് വെച്ചാൽ എന്താണ് എന്ന് പലർക്കും ഒരു ഡൗട്ട് കേട്ടിട്ടുണ്ട്. ശരിയാണ്. 1961 ശേഷം ചാരിറ്റബിൾ ആൻഡ് റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷനെ ബാധിക്കുന്ന ഈ കണക്കുകളുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. എന്നാൽ ബിസിനസ്സുകാർക്കുണ്ട്. ബിസിനസ്സുകാരുടെ കണക്കുകൾ സൂക്ഷിക്കേണ്ട വിധം, അതൊരു ഓഡിറ്റ് ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഇതെല്ലാം ഒരു നോട്ടിഫിക്കേഷനുണ്ട്, റൂൾസുണ്ട്, ബുക്സ് ആക്റ്റുണ്ട്. എന്നാൽ ഈ ചാരിറ്റബിൾ ആൻഡ് റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആദ്യമായിട്ട് ഗവൺമെൻറ് CBDT അറിയാമല്ലോ, സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സസ്, അവരൊരു നോട്ടിഫിക്കേഷൻ ഇഷ്യൂ ചെയ്തു 94/2022, ഡേറ്റഡ് 10/8/2022. ആ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് എല്ലാ ധർമ്മ മതസ്ഥാപനങ്ങളും ഒരു കമ്പൽസറി ആയിട്ട് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യണം. ഈ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞാൽ അതൊരു നീണ്ട ലിസ്റ്റാണ്. എന്നാലും നമുക്ക് ചുരുക്കത്തിൽ പറയുവാണെങ്കിൽ ഡെയിലി ക്യാഷ് ബുക്ക്, ലെഡ്ജർ, ജേർണൽ, എല്ലാ വരവിനും റെസീറ്റ് സീരിയലി നമ്പേർഡ്, എല്ലാ ചെലവിനും വൗച്ചേഴ്സ്, അതുപോലെ തന്നെ സ്റ്റോക്ക് രജിസ്റ്റർ, ഫിക്സഡ് അസറ്റ്സ് രജിസ്റ്റർ, ഇങ്ങനെ തുടങ്ങി ഏതെല്ലാം ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ടോ എല്ലാ ആക്ടിവിറ്റീസിനും റെക്കോർഡ് സൂക്ഷിക്കണം. ഇപ്പോൾ ഫോറിൻ കോൺട്രിബ്യൂഷൻ കിട്ടുന്നവരാണെങ്കിൽ അതിന് സെപ്പറേറ്റ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യണം. അതുപോലെ ഏതെല്ലാം പ്രോജക്റ്റുകൾ ചെയ്യുന്നുണ്ടോ അതിനെല്ലാം റെക്കോർഡുകൾ സൂക്ഷിക്കണം. അപ്പോൾ ഇത് ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യണം ഇവർ സൂക്ഷിക്കുന്നുണ്ടോ. അതുപോലെ തന്നെ ഡെയിലി ക്യാഷ് ബുക്ക് ബാലൻസ് ചെയ്യണം. ക്യാഷ് ബാലൻസും ബുക്ക് ബാലൻസും ഒത്തു നോക്കിയിട്ട് വ്യത്യാസം ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ചിട്ട് മാത്രമേ മുന്നോട്ട് പോകാവുള്ളൂ. അല്ലാതെ വർഷാവസാനം കഴിഞ്ഞിട്ട് അക്കൗണ്ട് എഴുതിക്കാൻ കൊടുക്കുകയല്ല. എല്ലാ സ്ഥാപനങ്ങളും അവരുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് അതാത് സ്ഥാപനങ്ങളിൽ തന്നെ സൂക്ഷിക്കണം. ഇതെല്ലാം പറഞ്ഞിട്ടാണ് രജിസ്ട്രേഷൻ തരുന്നത്. ഇത് ഇടയ്ക്ക് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റുകാരുടെ സൈഡിൽ നിന്ന് ചെക്കിംഗ് ഉണ്ടോ? അല്ലെങ്കിൽ രജിസ്ട്രേഷൻ റിന്യൂവൽ സമയത്ത് അവർക്ക് വേണമെങ്കിൽ വന്ന് ചെക്ക് ചെയ്യാം. FCRA റിന്യൂവൽ സമയത്ത് ചെക്ക് ചെയ്യാം. എന്തെങ്കിലും നോട്ടീസൊക്കെ ഇഷ്യൂ ചെയ്യുമ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഇയറിലെ എല്ലാ ഡോക്യുമെൻസും ചോദിക്കാം അല്ലേ? അസസ്മെൻ്റ് സമയത്ത് ചോദിക്കാം. അസസ്മെൻറ്റിന് മാഡം പറഞ്ഞ പോലെ നോട്ടീസസ് ഇഷ്യൂ ചെയ്യും. ആ നോട്ടീസിനനുസരിച്ച് നമുക്ക് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യണം. ഈ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഫേസ്ലെസ് അസസ്മെൻ്റാണ്. നമ്മളെങ്ങനെ ബുക്ക് കൊണ്ടേ കൊടുക്കും, ആർക്ക് കൊടുക്കും? ഫേസ്ലെസ് ആണ്. നമ്മുടെ അസസ് ചെയ്യുന്ന ആളെ നമുക്ക് കാണാൻ പറ്റുന്നില്ല, അറിയാൻ പറ്റുന്നില്ല. അപ്പോൾ അവിടെയാണ് ഈ ഓൺലൈൻ സംവിധാനം. അപ്പോൾ നമ്മൾ ഒരു അക്കൗണ്ടിങ് സിസ്റ്റം കമ്പ്യൂട്ടറൈസ്ഡ് സോഫ്റ്റ്വെയർ അക്കൗണ്ടിങ് സിസ്റ്റത്തിലാണെങ്കിൽ നമുക്ക് ഇമെയിലായിട്ട് നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് അയച്ചു കൊടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ വൗച്ചേഴ്സ് സ്കാൻ ചെയ്ത് നമുക്ക് അയച്ചു കൊടുക്കാൻ സാധിക്കും. നമ്മൾ മാനുവലി മെയിൻറ്റെയിൻ ചെയ്യുന്നതിനേക്കാളും നല്ലത് അക്കൗണ്ടിങ് ഒരു സോഫ്റ്റ്വെയർ റിലേറ്റഡ് ആയിട്ട് പോകുന്നതാണ് അല്ലേ? തീർച്ചയായിട്ടും. കാരണം മാനുവലി നമ്മൾ ഒരു മാസം കൊണ്ട് ചെയ്യുന്ന വർക്ക് ഒരു ദിവസം കൊണ്ട് തീരും കമ്പ്യൂട്ടറൈസ്ഡ് ആണെങ്കിൽ. അപ്പോൾ സോഫ്റ്റ്വെയറിലാണെങ്കിൽ നമുക്ക് ഒരു എൻട്രി ഇട്ടാൽ ഉടനെ ക്യാഷ് ബാലൻസ് വരും, അത് ഉടനെ ലെഡ്ജറിൽ വരും. ലെഡ്ജർ വന്ന് ക്യാഷ് ബുക്കും വന്ന് ജേർണലും വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ട്രയൽ ബാലൻസ് എന്ന് പറയും, ട്രയൽ ബാലൻസ് വരും. ട്രയൽ ബാലൻസിൽ നിന്ന് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് ജനറേറ്റ് ആവും, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ജനറേറ്റ് ആവും, ബാലൻസ് ഷീറ്റ് ജനറേറ്റ് ആവും. അങ്ങനെ വളരെ കൃത്യതയോടുകൂടി കൃത്യമായ ബാലൻസ് അറിയാനും നമ്മുടെ സാമ്പത്തിക സ്ഥിതി എന്താണെന്ന് അറിയാനും എവറി ടൈം നമുക്ക് സാധിക്കും. എവറി ഡേ മാത്രമല്ല, എവറി എൻട്രി ദർ ഈസ് എ ബാലൻസ് ഷീറ്റ്, ട്രയൽ ബാലൻസ്, റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട്. അപ്പോൾ അത് സുതാര്യമാകും.
ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് വിദേശ രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ ഈ ഡേറ്റ ഗവൺമെൻറ്റിന് ആക്സസ് ചെയ്യാം. ഒരു ചാരിറ്റബിൾ ആൻഡ് റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ വിദേശ രാജ്യങ്ങളിൽ പല സ്ഥലത്തും പ്രവർത്തിക്കുമ്പോൾ ഗവൺമെൻറ്റിന് ഈ നമ്മുടെ ഡേറ്റ ആക്സസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ യൂസർ ഐ ഡിയും പാസ്വേഡും ഉണ്ടെങ്കിൽ കമ്പ്യൂട്ടറൈസ്ഡ് സോഫ്റ്റ്വെയർ മറ്റൊരാൾക്ക് ആക്സസ് ചെയ്യാം. അപ്പം അതുകൊണ്ടാണ് ഗവൺമെൻറ് പലപ്പോഴും നമ്മുടെ യൂസർ ഐ ഡിയും പാസ്വേഡും ചോദിക്കാറുണ്ട് നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ. ഇപ്പോൾ GST ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിലും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിലും അത് യൂസർ ഐ ഡിയും പാസ്വേഡും എൻ്റർ ചെയ്താൽ മാത്രമേ ഡേറ്റ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം എല്ലാം വെബ് ബേസ്ഡും അതുപോലെ പേപ്പർലെസ് ആയിട്ടാണല്ലോ ഇപ്പം എല്ലാ കാര്യങ്ങളും പോകുന്നത്. തീർച്ചയായിട്ടും ഗവൺമെൻറ്റിലേക്ക് റിട്ടേൺ സബ്മിറ്റ് ചെയ്യുമ്പോഴും ഈ ഡേറ്റ ആ സെറ്റ് പൊക്കോളും. അപ്പോൾ അത്രയും സംവിധാനം ഇന്ത്യയിലായിട്ടില്ലെങ്കിൽ പോലും കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൽ നമുക്ക് ഏത് സമയത്ത് ഡീറ്റെയിൽസ് ചോദിച്ചാലും കൊടുക്കാൻ സജ്ജമായിരിക്കും. അപ്പോൾ ഏത് സമയത്തും ഡീറ്റെയിൽസ് ചോദിച്ചാലെന്ന് പറയുമ്പോൾ എത്ര വർഷം ബാക്കിലേക്ക് ഒരു ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് ഈ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആവശ്യപ്പെടാം? അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. പണ്ട് 4 വർഷം പറഞ്ഞു, പ്രത്യേക സാഹചര്യങ്ങളിൽ 6 വർഷം ആകായിരുന്നു. ഇപ്പോൾ ഈ 6 വർഷം എന്നുള്ളത് 10 വർഷമായി. ഇപ്പോൾ ചുരുക്കത്തിൽ ചാരിറ്റബിൾ ആൻഡ് റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കഴിഞ്ഞ 10 കൊല്ലത്തെ കണക്കുകൾ സൂക്ഷിക്കണം. എന്നാൽ അപ്പീലുകളോ കോടതി കേസുകളോ ഉണ്ടെങ്കിൽ ആ കേസുകൾ തീരുന്നവരെയും സൂക്ഷിക്കണം. നമുക്കിനി ഓഡിറ്റും ഓഡിറ്റ് റിപ്പോർട്ടിനെ കുറിച്ചൊന്ന് സംസാരിക്കാം. അതിൽ ലേറ്റസ്റ്റ് ആയിട്ട് എന്തെങ്കിലും അമെൻമെൻറ്റ് വന്നിട്ടുണ്ടോ? പണ്ടൊക്കെ 10B റിപ്പോർട്ടിൽ നിന്നൊക്കെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ 10BB 10B പല റിപ്പോർട്ടുകൾ ഇൻകം ടാക്സ് സൈറ്റ് നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ കാണുന്നു. അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാമോ? ഓഡിറ്റിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഈ ട്രസ്റ്റ് ഡീഡിൽ തന്നെ അല്ലെങ്കിൽ ബൈലോയിൽ തന്നെ ഒരു ക്ലോസ് വേണം, ഓഡിറ്റ് ക്ലോസ്. അതൊരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഓഡിറ്റ് ചെയ്യണമെന്ന് നിർബന്ധമുണ്ട്. അപ്പോൾ ഓഡിറ്റിൻ്റെ പ്രാധാന്യം ഗവൺമെൻറ് കൂട്ടിയിരിക്കുക. ഒരു സ്ഥാപനത്തിന് 12A രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ കണക്കുകൾ ഓഡിറ്റ് ചെയ്തിരിക്കണം. 1023C അപ്രൂവൽ ഉണ്ടെങ്കിൽ ഓഡിറ്റ് ചെയ്തിരിക്കണം. 8TG ഉണ്ടെങ്കിൽ ഓഡിറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു ഓഡിറ്റ് ചെയ്യുന്ന സ്ഥാപനം വർഷാവസാനം അവരുടെ മാനേജ്മെൻറ്റ് പ്രിപ്പയർ ചെയ്ത ബാലൻസ് ഷീറ്റും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടും അവരുടെ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് വെച്ച് വെരിഫൈ ചെയ്യേണ്ട ഡ്യൂട്ടിയാണ് ഓഡിറ്റേഴ്സിനുള്ളത്. അല്ലാതെ കണക്കുകൾ എഴുതുകയോ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുകയോ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് തയ്യാറാക്കുകയോ റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് തയ്യാറാക്കേണ്ട ജോലിയല്ല ഓഡിറ്റേഴ്സിനുള്ളത്. തയ്യാറാക്കി കൊണ്ടുവരുന്ന മാനേജ്മെൻറ്റ് അപ്രൂവ് ചെയ്ത അക്കൗണ്ട്സ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് പ്രകാരം വെരിഫൈ ചെയ്ത് ഓഡിറ്റ് ചെയ്ത് ഗവൺമെൻറ്റിൽ സമർപ്പിക്കണം. അത് ഓൺലൈൻ വഴിയാണ് സമർപ്പിക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് അതാത് സ്ഥാപനങ്ങളിലാണ്, അല്ലാതെ മറ്റുള്ള ഓഫീസുകളിൽ കൊണ്ടുപോയി തയ്യാറാക്കലല്ല. ബുക്സ് ഓഫ് അക്കൗണ്ട്സ് സൂക്ഷിക്കേണ്ടത് അതാത് സ്ഥാപനങ്ങളിൽ തന്നെയാണ്. അങ്ങനെ ഓഡിറ്റ് ചെയ്യുന്ന കണക്കുകൾ അതിൻ്റെ ഇൻകം ടാക്സ് ആക്ട്, മറ്റ് നിയമങ്ങൾ, ഇൻകം ടാക്സ് ആക്ട് മാത്രമല്ല, മറ്റ് നിയമങ്ങളെന്ന് പറഞ്ഞാൽ ലേബർ ലോസ്, പ്രൊവിഡൻറ്റ് ഫണ്ട്, FCRA, മിനിമം വേജസ്, ഗ്രാറ്റുവിറ്റി തുടങ്ങി അനുബന്ധ നിയമങ്ങളെല്ലാം പാലിച്ചിട്ടുണ്ടോ എന്ന് ഓഡിറ്റർ ചെക്ക് ചെയ്യണം. TDS അടച്ചിട്ടുണ്ടോ, മറ്റ് സ്ഥാപനങ്ങൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടോ, ഇതെല്ലാം പരിശോധിച്ച് അത് റിപ്പോർട്ട് ചെയ്യണം. ആ റിപ്പോർട്ട് ചെയ്യുന്നതിനൊരു ഫോമുണ്ട്. ആ ഫോമിനാണ് നേരത്തെ മാഡം പറഞ്ഞ പോലെ ഫോം 10B അല്ലെങ്കിൽ 10BB എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫോം 10B ആർക്കൊക്കെയാണ് ബാധകം എന്ന് ചോദിച്ചാൽ, ഒരു സ്ഥാപനത്തിൻ്റെ ഒരു വർഷത്തെ ആകെ വരുമാനം എന്ന് പറഞ്ഞാൽ ഗ്രോസ് റെസീറ്റ്സ് 5 കോടി രൂപയിൽ മേളിലാണെങ്കിൽ, അതുപോലെ തന്നെ ആ സ്ഥാപനത്തിന് ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് പ്രകാരം രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ, അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ഫോം 10Bയിലാണ് ഓഡിറ്റ് റിപ്പോർട്ട് കൊടുക്കേണ്ടത്. ആ ഫോം 10B എന്ന് പറഞ്ഞാൽ 24 പേജുണ്ട്. 24 പേജ് എന്ന് പറഞ്ഞാൽ ഒരു ലോങ് ഫോം ഓഡിറ്റ് റിപ്പോർട്ടാണ്. അതിനകത്ത് ചോദിക്കാത്ത കാര്യങ്ങളില്ല. പണ്ടൊന്നും ഇത്രയും ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു അല്ലേ? പണ്ട് 3-4 പേജേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ 24 പേജ് ആൻസർ ചെയ്യണം.
ആ പേജസ് മുഴുവനും ആൻസർ ചെയ്ത് അത് റിപ്പോർട്ടാക്കി ഓൺലൈൻ വഴിയാണ് സമർപ്പിക്കേണ്ടത്. അതിന് വല്ല ഡ്യൂ ഡേറ്റ് വല്ലതും ഉണ്ടോ? തീർച്ചയായിട്ടും ഡ്യൂ ഡേറ്റ് 30th സെപ്റ്റംബറാണ്. എല്ലാ വർഷവും 30th സെപ്റ്റംബറാണ്. അത് ഗവൺമെൻറ് മാറ്റിക്കൊണ്ടിരിക്കും. അപ്പോൾ 30th സെപ്റ്റംബറിന് മുമ്പ് ഓഡിറ്റ് റിപ്പോർട്ട് സമർപ്പിക്കണം. ഫോം 10B ആപ്ലിക്കബിൾ ആയിട്ടുള്ളവർ. എന്നാൽ ഫോം 10BB ആപ്ലിക്കബിൾ ആയിട്ടുള്ളവർ ആരൊക്കെയാണെന്ന് നോക്കാം. അതായത് ഒരു സ്ഥാപനത്തിൻ്റെ ആകെ വരുമാനം ഗ്രോസ് റെസീറ്റ്സ് എന്ന് പറയും 5 കോടി രൂപയ്ക്ക് താഴെ ആയിരിക്കുകയോ അവർക്ക് FCRA ഇല്ലാത്തവർ, അങ്ങനെയുള്ളവർ ഫോം 10BBയിലാണ്. അതിന് പേജസ് കുറവാണ്. അങ്ങനെയുള്ളവർ ഓഡിറ്റ് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് ഫോം 10BBയിലാണ്. ഇപ്പോൾ ഇവിടെ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊള്ളട്ടെ. ഈ ഓഡിറ്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് മുമ്പ് തന്നെ ഇൻകം ടാക്സിൻ്റെ റിട്ടേൺ തയ്യാറാക്കണം. ഇൻകം ടാക്സിൻ്റെ റിട്ടേൺ ഇവർക്ക് ബാധകമായിട്ടുള്ളത് ITR 7 എന്ന് പറയും. ഫോം നമ്പർ ITR 7. ഈ ITR 7ലാണ് ഈ കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം വരിക. ഈ കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകവും ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ റിപ്പോർട്ടഡ് മാറ്റേഴ്സും റിലേറ്റഡ് ആണ്. ഇത് തമ്മിൽ മാച്ച് ചെയ്യണം. ഇത് മാച്ച് ആയില്ലെങ്കിൽ റിട്ടേൺ സബ്മിറ്റ് ആവില്ല, എറർ വരും. എറർ വന്നാൽ അതിന് നോട്ടീസും വരും. അപ്പോൾ ആദ്യം തന്നെ ഇൻകം ടാക്സ് റിട്ടേൺ തയ്യാറാക്കണം. ആ റിട്ടേൺ തയ്യാറാക്കിയിട്ട് അതിൻ്റെ കമ്പ്യൂട്ടേഷൻ മെക്കാനിസം നമുക്ക് പിന്നീട് നോക്കാം. പക്ഷേ ആ റിട്ടേൺ തയ്യാറാക്കി അതനുസരിച്ച് ഇൻകം ടാക്സിൻ്റെ ഓഡിറ്റ് റിപ്പോർട്ടും തയ്യാറാക്കി വേണം ഓഡിറ്റ് റിപ്പോർട്ട് ആദ്യം ഓൺലൈനിൽ സമർപ്പിക്കാൻ. ഒന്നുകൂടെ പറയാം, ഇൻകം ടാക്സ് റിട്ടേൺ തയ്യാറാക്കി അതിനകത്തെ കാൽക്കുലേഷൻ എല്ലാം ഉറപ്പുവരുത്തിയതിന് ശേഷം വേണം ഈ ഓഡിറ്റ് റിപ്പോർട്ട് ഇൻ ഫോം 10B അല്ലെങ്കിൽ ഫോം 10BB 30th സെപ്റ്റംബറിന് മുമ്പ് ഓൺലൈൻ വഴി ഇൻകം ടാക്സിൻ്റെ പോർട്ടലിൽ അത് സമർപ്പിക്കാൻ. അതിന് 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഡിജിറ്റൽ സിഗ്നേച്ചർ വേണം, ഓഡിറ്ററുടെ വേണം, അതുപോലെ തന്നെ അസസിയുടെ അല്ലെങ്കിൽ സ്ഥാപനത്തിൻ്റെ ചീഫ് ഫങ്ഷണറിയുടെ വേണം. ആ 2 ഡിജിറ്റൽ സിഗ്നേച്ചറോ അല്ലെങ്കിൽ വൺ ടൈം പാസ്വേഡ് ഉണ്ടാവും. അത് വെച്ചിട്ടോ നമുക്ക് ഓഡിറ്റ് റിപ്പോർട്ട് സമർപ്പിക്കാം. DSC ഇല്ലാത്ത കേസസിൽ, ഡിജിറ്റൽ സിഗ്നേച്ചർ ഇല്ലാത്ത കേസസിൽ OTP പ്രകാരം വൺ ടൈം പാസ്വേഡ് എന്ന് പറയും, അങ്ങനെ സമർപ്പിക്കാൻ പറ്റും. അപ്പോൾ ഇതിനെല്ലാം ചില സിസ്റ്റം ഉണ്ട്. ഓരോ അസസിക്കും ഓരോ പോർട്ടലുണ്ട്. ഒരു പാൻ ഉണ്ടെങ്കിൽ അവർക്ക് ആ പാൻ അനുസരിച്ച് ഇൻകം ടാക്സ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം. ഇൻകം ടാക്സ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൊഫൈൽ അവിടെ എൻ്റർ ചെയ്യണം. സ്ഥാപനത്തിൻ്റെ പേര്, പെർമനൻ്റ് അക്കൗണ്ട് നമ്പർ, 12 രജിസ്ട്രേഷൻ നമ്പർ, ചീഫ് ഫങ്ഷണറിയുടെ പേര്, അവരുടെ മൊബൈൽ നമ്പർ, ഇമെയിൽ ID, ഇങ്ങനെയുള്ള ബേസിക് ഡീറ്റെയിൽസും സെക്കൻഡറി, അതാണ് പ്രൈമറി. സെക്കൻഡറി ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ അതിന് സെക്രട്ടറി ആണോ അതോ ഓതറൈസ്ഡ് റെപ്രസെൻറ്റേറ്റീവ്, ചാർട്ടേഡ് അക്കൗണ്ടൻറ്റോ അല്ലെങ്കിൽ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ മൊബൈൽ നമ്പർ, ഇമെയിൽ ID ഇതെല്ലാം കൊടുത്താൽ അതിനകത്ത് നമുക്ക് OTP വരും. അങ്ങനെ ഒരു സംവിധാനത്തിലൂടെയാണ് ഈ ഓഡിറ്റ് റിപ്പോർട്ടും റിട്ടേണും സമർപ്പിക്കുന്നത്. സർ, ഈ ഓഡിറ്റ് റിപ്പോർട്ടിൽ UDI എന്ന് പറഞ്ഞൊരു വാചകം കണ്ടിട്ടുണ്ട്. അതിനെക്കുറിച്ചൊന്ന് പറയാമോ? തീർച്ചയായിട്ടും. ഓരോ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്സ് ഓഫ് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്യണം. അവരുടെ മെമ്പർഷിപ്പ് നമ്പറും പർട്ടിക്കുലേഴ്സും അവരുടെ പെർമനൻ്റ് അക്കൗണ്ട് നമ്പറും ഒക്കെ ആയിട്ട് രജിസ്ട്രേഷൻ എടുത്തിട്ടുള്ളവർക്ക് മാത്രമേ ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യാവുള്ളൂ. പ്രാക്ടീസിന് സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസ് വേണം. അങ്ങനെയുള്ള ഒരാളാണ് ഓഡിറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഇന്ത്യയിൽ പല കേസസിലും വ്യാജ ഓഡിറ്റേഴ്സ് ഉണ്ട്. അതായത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസിൻ്റെ പരീക്ഷ പാസ്സാവാതെ രജിസ്റ്റർ ചെയ്യാതെ നമ്പറില്ലാത്തവർ വ്യാജ നമ്പർ ഇടുകയും സീല് വയ്ക്കുകയും ചെയ്ത് ഓഡിറ്റ് ചെയ്ത് കൊടുക്കുന്നവരുണ്ടായിരുന്നു. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ട് കൊണ്ടുവന്ന ഒരു സംവിധാനമാണ് യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ. ഈ നമ്പർ ഓഡിറ്റ് റിപ്പോർട്ടിൽ എൻ്റർ ചെയ്തിട്ടുണ്ട്. അതാണ് ഈ നമ്പർ ജനറേറ്റ് ചെയ്യണം. ഇതിൻ്റെ പർപ്പസ് ഈ നമ്പറോട് കൂടി വേണം ഓഡിറ്റ് റിപ്പോർട്ട് സമർപ്പിക്കാൻ. ഇപ്പോൾ UDI ഇല്ലാത്തൊരു ഓഡിറ്റ് റിപ്പോർട്ട് ഇൻവാലിഡ് ആണെന്ന് പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും. ഈ നമ്പർ പബ്ലിക്കിന് ആക്സസ് ചെയ്യാം. ഈ നമ്പർ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു ജെനുവിൻ ആയിട്ടുള്ള ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണോ മെമ്പർ ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂട്ട് ആണോ എന്ന് കണ്ടുപിടിക്കാനായിട്ട് പബ്ലിക്കിന് സാധിക്കും, ബാങ്കിന് സാധിക്കും, ഗവൺമെൻറ്റിന് സാധിക്കും,
ഈ റിപ്പോർട്ടിനെ ഉപയോഗിക്കുന്ന ഏതൊരു സ്ഥാപനത്തിനോ വ്യക്തിക്കോ ഇത് കണ്ടുപിടിക്കാൻ സാധിക്കും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞുകൊള്ളട്ടെ. അപ്പോൾ ഇന്നത്തെ ഈ ചർച്ചയിൽ നമ്മൾ രജിസ്ട്രേഷനും ഓഡിറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇത്ര സിമ്പിളായിട്ട് പറഞ്ഞു തന്ന ജോണി സാറിന് പ്രത്യേകം നന്ദി. ചാരിറ്റബിൾ ആൻഡ് റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ സംബന്ധിച്ച് ഈ രജിസ്ട്രേഷൻ ആസ് വെൽ ആസ് ഓഡിറ്റ് റിപ്പോർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സംശയങ്ങൾ ഇതുമൂലം ദൂരീകരിക്കപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഇതിൻ്റെ മൂന്നാം ഭാഗം തീർച്ചയായും കാണണം. അതിൽ നമ്മൾ കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം, ഇൻ്റർ ചാരിറ്റി ഡൊണേഷൻ, അക്രഡിറ്റഡ് ഇൻകം തുടങ്ങിയ കാര്യങ്ങളായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് വളരെയധികം ഫലപ്രദമായിരിക്കും. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.